ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നത് കമൻറ്റിലൂടെ ഒരുപാട് ആൾക്കാർ കുറേ ഡൗട്ടും കാര്യങ്ങളെല്ലാം ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിന് ക്ലിയറായിട്ട് ഇന്ന് ഇവിടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോ കമൻറ്റിലും മറുപടിയായിട്ട് ഞാൻ അതിലും പറയാറുണ്ട്. ഒരു കമൻറ്റ് പോലും റിപ്ലൈ കൊടുക്കാതില്ല കേട്ടോ. എന്നാലും നമ്മൾക്ക് ഈ റെസിപ്പി എല്ലാം കാണിക്കുമ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് കമൻറ്റിലൂടെ അങ്ങനെ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഫ്രോസൺ ആയിട്ട് കീപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു ഇതിന് തന്നെയാണ് കേട്ടോ. നമുക്ക് നമ്മളൊന്നും തമ്മിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ പണികളെല്ലാം തുടങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് പുഴുങ്ങിയെടുക്കുക. ബീഫാണെങ്കിൽ ചിക്കൻ ആണെങ്കിൽ അതൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ബീഫ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം രാവിലെ തന്നെ എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ മറ്റേ പണികളും നടക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, അപ്പോൾ ബീഫിലേക്ക് വേണ്ട മസാല പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ഇതിലോട്ട് ഉപ്പും വിനീഗറും ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ ബീഫായാലും ചിക്കനായാലും വിനീഗർ എല്ലാത്തിലും ഞാൻ യൂസ് ആക്കലുണ്ട്. പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ഒന്ന് ചതച്ച് റെഡിയാക്കി എടുക്കണം. എല്ലാം റെഡിയായതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതൊന്ന് ആക്കുമ്പോൾ ഇവിടെ ഒന്ന് ചെയ്യുമ്പോഴെല്ലാം കരിഞ്ഞു പോകുന്ന അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാ നമ്മുടെ ബീഫൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് പൊടിച്ചെടുക്കണം. ഇന്ന് ഞാൻ പുതിയതായിട്ട് 2 ഐറ്റം ഉണ്ടാക്കിയിരുന്നു. പുതിയതല്ലെങ്കിലും ഇത് ഞാൻ ഉണ്ടാക്കുന്നത് കുറവാണ് കേട്ടോ. പനീർ പെട്ടിയാണിത്. ഇതെല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത് റെഡിയാക്കി കഴിഞ്ഞു. പിന്നെ നമ്മുടെ കട്ട്ലറ്റിനെ കുറിച്ചായിരുന്നു ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായത്. അപ്പോൾ ഇത് ക്ലിയർ ആക്കിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലും കൂടി പറയാമെന്ന് വിചാരിച്ചേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് വരാറുള്ളത് ഈ ഒരു കട്ട്ലറ്റിന് തന്നെയെന്നാണ് തോന്നുന്നത്. അപ്പോൾ കട്ട്ലറ്റ് ഞാനിവിടെ ഡിപ്പ് ചെയ്യുന്നത് മൈദ മിക്സിയിലാണ് കേട്ടോ. നമ്മൾക്ക് വേണമെങ്കിൽ മൈദയിൽ മിക്സാക്കാം. മൈദ ഒന്ന് ജസ്റ്റ് വെള്ളത്തിലൊന്ന് മിക്സാക്കിയിട്ട് കുറച്ച് ലൈറ്റ് ആക്കി ചെയ്തതാണ് കേട്ടോ ഇത്. അപ്പോൾ മൈദയിൽ വേണമെങ്കിൽ മൈദയും മിക്സാക്കാം. മൈദയും കോൺഫ്ലോറും വേണമെങ്കിൽ അങ്ങനെ യൂസാക്കാം. പകുതി കോൺഫ്ലോറും പകുതി മൈദ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ മുട്ട വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മൾക്ക് ഏത് ഉണ്ടത് കയ്യിൽ എന്താ ഉണ്ടത് അതെല്ലാം കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ മൈദ മാത്രമാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചത്. കട്ട്ലറ്റ് നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് ഇത് കവർ ചെയ്തെടുക്കുന്നത്. മൈദയിലും ബ്രെഡ് ക്രംസിലും ഇട്ട് കവർ ചെയ്തെടുക്കുന്നത് 2 പ്രാവശ്യമായിട്ട് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം മാറ്റി വെച്ച് രണ്ടാമത് വീണ്ടും മൈദയിലിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത ഉടനെ നമ്മൾ ഫ്രൈ ചെയ്യണ്ട. നമ്മൾ കുറച്ച് സമയം ഇതുപോലെ ഇങ്ങനെയെല്ലാം മാറ്റി വെച്ച് അത് ഒന്നും കൂടെ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നല്ല രീതിയിൽ അത് ഇങ്ങനെ ഒട്ടി കറക്റ്റ് ഷേപ്പിനും കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കട്ട്ലറ്റ് ഒന്നും പൊട്ടാതെ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എണ്ണയാണ്. നല്ല ചൂടായ എണ്ണയിലേക്കാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ നല്ല മുങ്ങി വരുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതും. ഒരുപാട് ടൈപ്പുള്ള റോളുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നത് ഒരു റോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ 3-4 ടൈപ്പുള്ള റോൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റോള് കുറച്ചും കൂടെ വലിയ സൈസായിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ പഞ്ചസാരയും ഈസ്റ്റും ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1.5 ടേബിൾ സ്പൂണോളം ഈസ്റ്റാണ് എടുത്തത്. ഈസ്റ്റും പഞ്ചസാരയൊക്കെ നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് മൈദയാണ് ചേർക്കുന്നത്. 4 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്കിത് ഡയറക്റ്റായിട്ട് യൂസാക്കാം. അല്ലാതെ വലിയ തരിയുള്ളതാണെങ്കിൽ നമ്മളിത് സെപ്പറേറ്റ് മാറ്റി അത് നല്ല പൊങ്ങുന്ന സമയത്താണ് കേട്ടോ യൂസാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലേക്ക് 4 കപ്പ് എടുത്തിട്ടുണ്ട്. 4 കപ്പിൽ നമ്മൾക്ക് 25 പീസോളം നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഉപ്പ് ചേർത്ത് കൊടുത്ത് പിന്നെ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കാം. പിന്നെ ഉപ്പ് ഞാനിത് 3/4 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം വേണമെങ്കിൽ യൂസാക്കാം. ചൂടുവെള്ളം തന്നെ ഇതിലേക്ക് യൂസാക്കണം കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഇത് നന്നായി കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കയ്യിൽ ഒട്ടാത്ത രീതിയിലുള്ള മാവായിരിക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചൊന്ന് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഫില്ലിംഗ് എല്ലാം റെഡിയാക്കാം. അപ്പോൾ ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ബീഫാണ് കേട്ടോ. അപ്പോൾ ബീഫിൻ്റെ ഫില്ലിങ് ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ കടായി എടുത്തിട്ടുണ്ട്. അതിലിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലോട്ട് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം എല്ലാം മാറുന്നത് വരെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് സവാളയാണ് കേട്ടോ. അപ്പോൾ സവാളയെല്ലാം ഞാൻ വഴറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സവാളയൊക്കെ വഴറ്റി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നതും എല്ലാം റെഡിയാക്കുന്നതൊക്കെ ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആ ഒരു സവാളയാണ് കേട്ടോ ഞാനിവിടെ യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ ഇളക്കിയെടുക്കാം. ഇനി നമ്മളിതാ കറിവേപ്പിലയാണ് കേട്ടോ എടുക്കുന്നത്. കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളകാണ്. പിന്നെ ഗരം മസാല, ഇത് വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല, അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അത് മീറ്റ് മസാലയാണ്, അത് 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ബീഫ് മസാല ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ മല്ലിപ്പൊടിയൊക്കെ ചേർക്കലുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാ 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ആ ഒരു ബീഫും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു ബീഫാണ് കേട്ടോ. നമ്മൾ മുളക് ഉപ്പ് മഞ്ഞൾ എല്ലാം ചേർത്തിട്ടുണ്ട് ഇതിലേക്കും. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ തന്നെ മസാലയൊക്കെ ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പോൾ അതാ ബീഫ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കാം. ഇനി ഞാനിതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം, അല്ലെങ്കിൽ കറിവേപ്പില മാത്രമായിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇതും കൂടിയിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കാം. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച ആ ഒരു മാവ് ഇത് ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് 1 മണിക്കൂർ ആകുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. ചൂടുള്ള ഏരിയ ആണെങ്കിൽ പെട്ടെന്നായിട്ട് വരും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഓവൻ്റെ ഉള്ളിലോ അങ്ങനെ എന്തെങ്കിലും ഇറക്കി വെച്ചാൽ അങ്ങനെ പെട്ടെന്ന് റെഡി ആയിട്ട് വരും. ഇനി ഒന്നും കൂടെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒരേ വലുപ്പമുള്ള ബോൾസാക്കി മാറ്റി വെക്കാം. അപ്പോൾ ഇത് കുഴക്കുന്ന സമയത്ത് ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ പൊടി ഈ സമയത്ത് ഉപയോഗിക്കാം കേട്ടോ. നമുക്കൊന്ന് കുറച്ചൊന്ന് പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ അത് അതിനൊന്ന് പരത്തിയെടുക്കാം. നല്ലോണം തിന്നാക്കണ്ട, കുറച്ച് ചെറിയൊരു തടിയിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ. ഇനി ഇതിലോട്ട് നമ്മുടെ മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ 1.5 ടേബിൾ സ്പൂണോളം മസാല ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഒന്ന് ചുറ്റിച്ചെടുക്കാം. ചുറ്റിയെടുത്തതിന് ശേഷം കൈ കൊണ്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ലോണം പൊങ്ങി വരുന്ന ഒരു സൈസാണ്. അപ്പോൾ നമ്മൾ ഈസ്റ്ററിൽ ഇട്ടത് കൊണ്ട് തന്നെ അപ്പോൾ ഇത് റോൾ ചെയ്തതിന് ശേഷം അത് സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കാം, ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് വെള്ളം വേണം, പിന്നെ ബ്രെഡ് ക്രംസും വേണം. അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതാ കുറച്ച് കൂടെ സൈസ് വലുത് ഡബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഒന്നും കൂടെ റോൾ ചെയ്ത് സൈഡെല്ലാം ഒന്നും കൂടെ പ്രസ് ചെയ്തതിന് ശേഷം ആദ്യം വെള്ളത്തിലോട്ട് മുക്കി പിന്നെ ഇതാ ബ്രെഡ് ക്രംസിലേക്ക് മുക്കി ഇതുപോലെ ഒന്നും കൂടെ റോൾ ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. എണ്ണ നല്ലോണം ചൂടാവാതെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് ചൂടാക്കിയെടുത്തതാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇനി നമ്മൾക്കിത് ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗം ഒന്നും വേവാതെ പുറം ഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടാൽ മതി. അപ്പോൾ ഇതാ നമ്മൾ വേവിച്ച് കഴിയുമ്പോൾ നല്ലൊരു വലിയ സൈസായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടും. അപ്പോൾ വലിയ സ്നാക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. ബേക്കറിയിലെല്ലാം അധികം ഉണ്ടാകുന്ന ഈ ഒരു ടൈപ്പുള്ള റോളാണ് കേട്ടോ. അപ്പോൾ അതും നമുക്ക് പരീക്ഷിച്ചെടുത്തതാണ്. അപ്പോൾ ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.